അപ്പോൾ അത് പ്രകാരം ബിപിൻ ദാസ് ഒരു കത്ത് എഴുതി കൊടുക്കുന്നു പൾസർ സുനിക്ക് എന്നാ പറയുന്നത്. ആ കത്ത് ജയിലധികൃതർ കൊണ്ടുപോയി ഇയാളെ പ്രതിയാക്കുന്ന അടിസ്ഥാന രേഖ അതാണ്. പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണ് എന്ന ചോദ്യമായി കോടതി. സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നിരുന്നു. എന്നും ഞാൻ ആ നടിക്കൊപ്പം തന്നെയായിരിക്കും, അവൾക്കൊപ്പം എന്ന് വെച്ച് കോടതി പോലും വെറുതെ വിട്ട ആ നടൻ ഒരു തെളിവ് പോലും അയാൾക്കെതിരെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ അങ്ങേരെ കല്ല് വലിച്ചെറിയാൻ എന്നെ കിട്ടത്തില്ല. അതും കൂടെ ഞാൻ തുടക്കത്തിൽ തന്നെ ഒന്ന് പറഞ്ഞേക്കാം, മനസ്സിലായോ? ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട നിങ്ങളാരും ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ, കോടതിയുമായും ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം മൂലയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. പിടികിട്ടിയോ? അല്ലാത്തവർ മറ്റേ കല്ലും എടുത്തുകൊണ്ട് പുള്ളിയുടെ പുറകെ പോകും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ തരണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്, മനസ്സിലായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെറുതെ അങ്ങോട്ട് എടുത്ത് തോട്ടിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനും വിലയുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ച് മാത്രം കമൻറ്റ് ഇടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചുമ്മാ അങ്ങോട്ട് ഈ ബസ്സിൽ പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അപ്പിയിടാൻ മുട്ടുക, എന്താണ് ഇതൊക്കെ? ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി ശബരിമലയിൽ പോയി, പുള്ളി ശബരിമലയിൽ പോട്ടെ, അതിനെന്താ ഇപ്പം ഇത്ര കുഴപ്പം? എന്താ അതും വലിയ വാർത്ത? എന്തിന്? ഇതെല്ലാം വാർത്തയാക്കിക്കോ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി? ആരാണ് ഈ ശ്രീലക്ഷ്മി? ഈ പൾസർ സുനി ജയിലിൽ കിടന്ന് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്ക് കത്തെഴുതിയെന്ന് പറഞ്ഞല്ലോ. ഈ കത്ത് എഴുതി കൊടുത്തത് ഒരു വ്യക്തിയുണ്ട്, മനസ്സിലായില്ലേ? എന്തിനാണ് വേറൊരാളെ കൊണ്ട് പൾസർ സുനിക്ക് വേണ്ടി കത്തെഴുതിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പൾസർ സുനി ഒരു ക്രിമിനലാണ്. ഈ ജയിലിനകത്ത് കിടന്നൊരു കത്തെഴുതി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് അയക്കുമ്പോഴത്തേക്ക് പോലീസുകാർ വായിച്ചു നോക്കുമെന്ന് അറിയാവുന്ന ഒരുത്തനായിരിക്കുമല്ലോ അവൻ, അല്ലാതെ അത്ര വലിയ പൊട്ടനായിരിക്കും അവൻ, എനിക്കറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദിലീപിനെതിരെ അകത്ത് കിടന്നൊരു കത്ത് എഴുതുമോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണെങ്കിലും ഈ ശ്രീലക്ഷ്മി ആരാടേ? പോലീസുകാർ പോലും എന്താ ഈ ശ്രീലക്ഷ്മി ആരാന്ന് തിരക്കാത്തെ? കോടതി പോലും ചോദിക്കുന്നു, എടാ മോനെ നീയൊക്കെയൊന്നും തിരക്കാരാ ഈ ശ്രീലക്ഷ്മി? പൾസർ സുനി അവൻ്റെ ഫോണിൽ അവൻ ആ പെൺകുച്ചിനെ ഉപദ്രവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും അതിനുശേഷവും ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പെൺകുച്ചിനെ വിളിച്ചിട്ടുണ്ട്. അത് ആരാ അത്? പിന്നെ ഈ മാഡം എന്ന് പറയുന്നല്ലോ, ഈ പൾസർ സുനി പറയുന്ന മാഡം, അതാരാ അത്? ഇതൊക്കെ എന്താണ് ഇവിടുത്തെ പോലീസുകാർ തിരക്കാത്തെ? അല്ലെങ്കിൽ അതൊക്കെ പോലീസുകാർ തിരക്കണം എന്ന് ഈ അവൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടേ ഇതൊക്കെ ആരാണ്, ഇതൊക്കെ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? പൾസർ സുനി എന്തിനാണ് ഇങ്ങനെ മാഡത്തിന്റെ ഏതാണ് ആ മാഡം എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്കൊപ്പം നിൽക്കുന്നവർക്ക് അറിയണ്ടേ? അവർക്കൊപ്പം നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഈ നടനെ അങ്ങോട്ട് അടിച്ച് താത്തിയാൽ മതി എന്നാണോ? അല്ല, ആ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് കൊണ്ടാണ്, മനസ്സിലായില്ല, ആ ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അയാളെ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. ഇനി നിങ്ങളുടെ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണുക, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണ് എന്ന ചോദ്യമായി കോടതി. സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പും സംഭവത്തിന് ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും കോളുകളും വന്നിരുന്നു. അതേസമയം കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ ഉടൻ സർക്കാർ അപ്പീൽ കൊടുക്കും. നിയമവിദഗ്ധരുമായി ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാർ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഈ ശ്രീലക്ഷ്മി ആരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നാണോ കോടതിയുടെ ചോദ്യം? ശ്രീലക്ഷ്മി ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് പൾസർ സുനിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ശ്രീലക്ഷ്മിയുമായി സംസാരിച്ചു എന്നാണ്. പക്ഷേ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടേഷൻ നൽകിയത് ഒരു മാഡമാണ് എന്ന് പൾസർ സുനി ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറഞ്ഞതായി നടിയുടെ മൊഴിയുണ്ട്. ഈ കേസിനെ വഴിതിരിച്ച് വിടുവാണെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരല്ലേ. ഒരു സംശയമാണ്, കോടതി ചോദിച്ചൊരു ചോദ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനോട്. അതായത് ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഈ പൾസർ സുനി ആ ഒരു നടിയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പും ആക്രമിച്ചതിന് ശേഷവും ഈ സുനിയുടെ ഫോണിലേക്ക് വന്ന ഒരു കോളാണ് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ. ആരാണ് ആ പെൺകുട്ടി? അതെന്താണ് പോലീസുകാർ അന്വേഷിക്കാത്തത്? അത് അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട്. അന്വേഷിച്ചെങ്കിൽ പിന്നെന്താണ് കൂടുതലായിട്ട് അതിൻ്റെ പുറകെ പോകാത്തത്? ആരാണത്? ആ വ്യക്തി ആരാണ്? കോടതിക്ക് പറഞ്ഞു കൊടുക്കൂ.
ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണ്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ. കോടതിയല്ലേ ചോദിക്കുന്നത്, കോടതിയോട് പറയൂ അത് ആരാണ് ഈ ശ്രീലക്ഷ്മി. പിന്നെ പൾസർ സുനി പറയുന്ന ഒരു മാടമുണ്ട്, മാടം. ഏതാണ് ആ മാടം? അതൊന്നും എന്താ ആർക്കും അറിയണ്ടേ അതൊക്കെ ആരാണെന്ന്? ഇനിയിപ്പോ കുറെ ആളുകൾ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ആ മാടം കാവ്യമാധവനായിരിക്കുമെന്ന്. അങ്ങനെ പറയുന്ന കുറെ കണ്ടു ഞാൻ. അപ്പം അത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് തെളിയിക്കുകയല്ലേ ഈ അവൾക്കൊപ്പം നിൽക്കുന്ന ആളുകളുടെയും ആവശ്യം അതല്ലേ? അല്ലെങ്കിൽ അതാവണ്ടേ? പൾസർ സുനി പറയുന്ന മാഡം ആരാണെന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ? ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് നിൽക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും ഉദ്ദേശം അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ആ നടനെ ഇല്ലാതെയാക്കുക. എന്തിനാണ് അങ്ങനെ? അത് തെളിയിക്കൂ, തെളിവ് കൊണ്ടുവരൂ. എല്ലാം മുക്കിക്കളഞ്ഞു, കോടതി പ്രശ്നമാണ്, എല്ലാം തെറ്റാണ്, എല്ലാം പ്രശ്നം. ഓക്കെ, വേറെ വരുന്ന ആളുകൾ, സാക്ഷി പറയുന്ന ആളുകൾ എല്ലാവരും പ്രശ്നക്കാര്. ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അവരെന്താണ് സാക്ഷിയായി മാറി വന്ന് കഥ പറയാത്തത്? എന്താ പറയാത്തത്? അതാണ് എനിക്ക് പിടികിട്ടാത്തത്. പിന്നെ പോലീസുകാർ ഈ ശ്രീലക്ഷ്മി ഏതാ, ഈ ശ്രീലക്ഷ്മി കണ്ടുപിടിക്ക്, ഏതാ ഈ ശ്രീലക്ഷ്മി എന്നൊക്കെ. ഇനി ചിലപ്പോൾ ഒരു മൂലയെന്നൊക്കെ പറഞ്ഞു വരും, നമ്മുടെ ജഗദീഷ് ശ്രീകുമാറിന്റെ മോള് അങ്ങനെയൊക്കെ പറയുവോടെ ശ്രീലക്ഷ്മി ആണെന്നൊക്കെ ഇനി ആരെങ്കിലും ഒക്കെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു വരും. അതിന് മുമ്പായിട്ട് പോലീസുകാർ തന്നെ പറയൂ ആരാണ് ആ ശ്രീലക്ഷ്മി. കോടതി ചോദിക്കുന്നു, കോടതിയെ കുറ്റം പറയുന്നതിന് മുന്നേ കോടതി ചോദിക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കട്ടെ, അവരുടെ ഭാഗത്തുനിന്ന് എത്തട്ടെ. എന്നിട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള നിങ്ങൾ പറഞ്ഞോ വൃത്തികേടാണ് കോടതി എന്നത് അപ്പം പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. വേറെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ നടനും അതിജീവിതയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ട്. അതിജീവിത കോടതിയിൽ എന്താണ് മൊഴി മാറ്റി പറഞ്ഞു എന്നൊക്കെ ഇന്നലെ തൊട്ട് കുറെ പോസ്റ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വളരെ വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടറിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇതൊന്ന് കേൾക്കണം. പകുതി വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇതിന്റെ സത്യാവസ്ഥ അറിയേണ്ടവർ മാത്രം ഈ വീഡിയോ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കണ്ടു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 2012 ഈ കാവ്യ മാധവനെ കുറിച്ച് മഞ്ജു വാര്യരോട് പറഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ സമയത്ത് ഈ ഒരു യൂറോപ്യൻ ട്രിപ്പിനുള്ള റിഹേഴ്സൽ ക്യാമ്പ് കൊച്ചിയിൽ നടന്നിരുന്നു. അത് നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അതിലെ ലീഡിംഗ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ദിലീപും ഈ പറയുന്ന നടിയുമായിരുന്നു. അവിടെ വെച്ച് ദിലീപ് തന്നോടൊന്നും സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് നടി പറയുന്നത്. അത് തന്നോടുള്ള വിരോധ നിമിത്തമാണ് ഇത്തരത്തിൽ സംസാരിക്കാതിരുന്നത് എന്നാണ് നടി ഈ അന്വേഷണ സംഘത്തോടും കോടതി മുറിയിലും പറയുന്നത്. പക്ഷേ കോടതി വളരെ വിശദമായി തന്നെ ആ സംഭവങ്ങളെ പരിശോധിക്കുകയാണ്. അന്നത്തെ ചില സാക്ഷിമൊഴികൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണ്. ആ സമയത്ത് കോടതി ചോദിക്കുന്നത്, അതായത് അതിലെ ലീഡിംഗ് ആക്ടേഴ്സ് ആണ് രണ്ടുപേരും. മാത്രവുമല്ല രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച സിനിമയിലെ പാട്ടുരംഗങ്ങൾ ഇരുവരും സ്റ്റേജിൽ അഭിനയിക്കുന്നതിന്റെ റിഹേഴ്സലൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഈ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ഇരുവരും തമ്മിൽ സംസാരിച്ചില്ല എന്ന് പറയുന്നത്, അതായത് അടുത്ത ലീഡിംഗ് ആക്ടേഴ്സായ ഇരുവരും ഈ പാട്ടുരംഗങ്ങളിൽ അടക്കം ഒരുമിച്ച് ചേർന്ന് അഭിനയിക്കുന്ന ഇരുവരും പരസ്പരം സംസാരിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെ വിശ്വാസയോഗ്യമാകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ഇവിടെ നിന്ന് യൂറോപ്യൻ ട്രിപ്പിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് ഈ സ്റ്റേജ് ഷോയ്ക്കിടെ മാത്രമാണ് താനും ദിലീപും തമ്മിൽ സംസാരിച്ചത് എന്നുള്ളതാണ് ഈ നടി പറഞ്ഞിരിക്കുന്ന മൊഴി. ഒരിക്കൽ ഈ ഒരു യാത്രക്കിടെ തൻ്റെ അടുത്ത് വന്ന് നിലത്ത് ഇരുന്ന ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് തൻ്റെ കാവ്യയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞത് എന്നും അത് തിരുത്തി പറയണമെന്നും ഈ നടിയോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയത്ത് മഞ്ജു തെളിവുകളുമായിട്ടാണ് തൻ്റെ അടുത്ത് വന്നത്. തനിക്ക് എങ്ങനെ അത് നിരാകരിക്കാൻ കഴിയും, നിഷേധിക്കാൻ കഴിയുമെന്ന് ദിലീപിനോട് ചോദിക്കുന്നു. അല്ല, പോയി തിരുത്തി പറയണം എന്ന് ദിലീപ് ആവശ്യപ്പെടുന്നു. താൻ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂ എന്ന് ഭീഷണി സ്വരത്തിൽ ദിലീപ് പറയുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ കോടതി അതിന് കണ്ടെത്തുന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് പോകുന്നത്, ആ സമയത്ത് ഈ നടിക്കൊപ്പം നിരവധി താരങ്ങൾ ആ സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നു. ഈ ദിലീപ് ഭീഷണിപ്പെടുത്തിയെങ്കിൽ അവരാരും കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? മാത്രവുമല്ല ഈ നടിയുടെ അടുപ്പക്കാരായ ആളുകൾ അടക്കം അന്ന് സ്റ്റേജ് ഷോയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടി അവിടെ വെച്ച് അത് ആരോടും പറയാതിരുന്നത്? കാരണം അങ്ങനെ ഒരാളോടും ഷെയർ ചെയ്തതായിട്ട് ഈ സാക്ഷിമൊഴികളിലെങ്കിലും കാണുന്നില്ല. നടി രഹസ്യമായി വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും ഈ യൂറോപ്യൻ ട്രിപ്പിൽ വളരെ സന്തോഷപൂർവ്വം നടി ദിലീപിനൊപ്പം തുടർന്ന് പോവുകയാണ് ചെയ്തത്. ആ യൂറോപ്യൻ ട്രിപ്പ് സംഘടിപ്പിച്ചത് തന്നെ ദിലീപാണ്. അങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നടി ഇവർക്കൊപ്പം യാത്ര തുടർന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ പാരഗ്രാഫിന്റെ ഏറ്റവും ഒടുവിൽ കൺക്ലൂഷനായി കോടതി പറഞ്ഞു വെക്കുന്നത്, എന്തെങ്കിലും അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസ് അവിടെ ഉണ്ടായതായി യാതൊരു തെളിവും ഇപ്പോഴത്തെ നിലയിൽ കോടതി പരിശോധിച്ചിരുന്ന് മനസ്സിലാകുന്നില്ല. അതിനർത്ഥം തന്നെ അവിടെ വെച്ച് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നോട് സംസാരിച്ചിരുന്നില്ല എന്നും താനുമായി ആ സമയത്ത് അകൽച്ചയുണ്ടായിരുന്നു എന്നുള്ള നടിയുടെ മൊഴി കോടതി അവിടെ വെച്ച് അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. കോടതി അവിടെ വെച്ച് അവിശ്വസിക്കുകയാണ് ചെയ്തത്.
ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ കോടതി ചോദിച്ച ഒരു ചോദ്യത്തിനോട് മാത്രമേ ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ ബാക്കിയെല്ലാം കോടതി ചോദിച്ചത് കറക്റ്റാണ്. ഒരു ചോദ്യം, അത് വേറൊന്നുമല്ല, ഇപ്പോൾ ആ നടിയെ, ദിലീപ് എന്ന് പറയുന്ന നടൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് 10 പേര് കാണണമെന്നില്ല. മനസ്സിലായില്ലേ? കോടതി ചോദിക്കുന്നതാണ്, നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബാക്കി ആരും കേട്ടില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് പറയുന്നു. ഒരു ഭീഷണി ഉയർത്തുന്നത് 10 പേരുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ആ നടിയെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ? ഞാൻ അത് ചിന്തിച്ചു. അതുകൂടെ നമ്മൾ 2 സൈഡിൽ നിന്ന് നോക്കണം. പിടികിട്ടിയോ? നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ സാധനം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇവരിടയ്ക്കുള്ള പ്രശ്നമോ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സൈഡും ചിന്തിക്കണം. ഞാനപ്പോൾ ആലോചിച്ചു, കോടതി ആ ചോദ്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അല്ലാതെ ഭീഷണിപ്പെടുത്താൻ 10 പേര് കാണണമെന്നൊന്നുമില്ല. എന്നാൽ വേറൊരു കാര്യം കോടതി ചോദിക്കുന്നുണ്ടല്ലോ, നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിന് പിന്നെ മോള ആ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്തു? സാധാരണ ഇപ്പൊ എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തുകയാണ്, ഇതുപോലെ ഒരു പ്രോഗ്രാമിന്റെ ഒരു വേദിയിൽ വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കത്തില്ല, പിന്നെ നമ്മൾ അവരുമായിട്ട് കറങ്ങാനൊന്നും പോകത്തില്ല, നമ്മൾ സ്പോട്ടിൽ നമ്മൾ സ്ഥലം വിടും, ഇല്ലേ? വിടും. പിന്നെ കോടതിയിൽ ആദ്യമേ ഈ നടി കൊടുത്ത മൊഴി, അതായത് ഇവരിവിടുന്ന് പോകുന്നോടം വരെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അല്ല, ഒരു സ്റ്റേജ് ഷോയിൽ ഇവർ രണ്ടുപേരുമാണ് മെയിൻ അതിനകത്ത്. അപ്പൊ എങ്ങനെ സംസാരിക്കാതെയൊക്കെ ഈ ഡാൻസും പാട്ടും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എങ്ങനെ? അതൊന്നും നമുക്ക്, അത് കോടതിയെ പോലെ തന്നെ എനിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ തമ്മിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ഒരു സ്റ്റേജ് ഷോയിൽ 2 പേര് അവർ തമ്മിൽ ഒരുപാട് കോമ്പിനേഷൻ പരിപാടികളുണ്ട്. അപ്പോൾ അവർ തമ്മിൽ എങ്ങനെ മിണ്ടാതിരിക്കും? എന്നിട്ട് പുറത്ത് ചെന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. ഓക്കെ, ഭീഷണിപ്പെടുത്തിയെങ്കിൽ പിന്നെ ആരെങ്കിലും അവിടെ നിൽക്കുമോ? എനിക്ക് താല്പര്യമില്ല ഏട്ടാന്ന് പറഞ്ഞ് വിട്ടുകളയും. കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് തിരിച്ചു കൊടുത്ത് സ്വന്തം കാശിന് തിരിച്ചു പോരും. നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് നിൽക്കത്തില്ല അതിനകത്ത്. അങ്ങനെ അല്ലേ? എനിക്കങ്ങനെയാ. നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എടേ ആ പുള്ളി കോടതി അയാളെ വെറുതെ വിട്ടു. ഇനി മേളിലോട്ട് അപ്പീലൊക്കെ കൊടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വേണമെങ്കിൽ പുള്ളിയെ കല്ല് വരച്ച് എറിഞ്ഞോ നിങ്ങൾ? പക്ഷെ ഇപ്പോൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് എങ്ങനെയെങ്കിലും ദിലീപിനെ വലിച്ച് കീറി അങ്ങോട്ട് സെറ്റപ്പ് ആക്കണമെന്നുള്ളൊരു മൂഡില്ല. ശബരിമല പോയിരിക്കുക. പുള്ളി ശബരിമല പോട്ടെ, അതിനിപ്പോൾ എന്താ ഇത്ര വലിയ പ്രശ്നം? ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നതിനിടെ ദിലീപ് ശബരിമലയിൽ എത്തിയിരിക്കുകയാണ്. സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അക്ഷയ് കൃഷ്ണ ചേരുന്നുണ്ട്. അക്ഷയ്, എന്താണ് വിവരങ്ങൾ? ശീതൾ, അല്പസമയം മുമ്പാണ് നടൻ ദിലീപ് ദർശനം നടത്തുന്നതിന് വേണ്ടി സന്നിധാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം PR ഓഫീസിൽ നിന്നും ദേവസ്വം ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തെ സോപാനത്തേക്ക് എത്തിച്ചത്. ഇപ്പൊ നിലവിൽ അദ്ദേഹം ഇപ്പോൾ തന്ത്രിയുമായി സംസാരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ദർശനം നടത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഇന്നലെ അദ്ദേഹം സന്നിധാനത്ത് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 11 മണിവരെ നമ്മൾ കാത്തുനിന്നെങ്കിലും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിയത്. നിലവിൽ അല്പസമയത്തിനകം ദിലീപ് ദർശനം നടത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. നിരവധി വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്ത്രിയുമായി സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇപ്പോൾ അദ്ദേഹം തന്ത്രിയുടെ മുറിയിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിലടക്കം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടൻ ദിലീപ് ഇക്കൊല്ലവും സന്നിധാനത്ത് എത്തുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം സന്നിധാനത്ത് എത്തിയപ്പോൾ ഒരു വിവാദം ഉണ്ടായിരുന്നു. കാരണം 10 മിനിറ്റോളം അദ്ദേഹം ശ്രീകോവിലിന് മുമ്പിൽ ചിലവഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് കോടതി അടക്കം ഇടപെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. ഇക്കൊല്ലം അത്തരത്തിലുള്ള വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ വിവാദങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അയാൾ ശബരിമലയിൽ പോകരുതെന്നുണ്ടോ? ഉണ്ടോ? അല്ല, ഇതൊക്കെ ഇത്ര വലിയ ന്യൂസ് ആക്കേണ്ട കാര്യം? നടിയെ ആക്രമിച്ച കേസിൽ വിവാദങ്ങൾ നടക്കുമ്പോൾ അയാൾ ശബരിമലയിൽ കാല് ചവിട്ടി. അതിനിപ്പോ പ്രശ്നം എന്താ? അല്ല, അതിനൊക്കെ എന്ത് കാര്യത്തിന് പുറകെ നടക്കുക, വീടിന്റെ മേളിൽ കൂടെ ഹെലികോപ്റ്റർ പറത്തുക, എന്ത് കാര്യത്തിനാ ഇതൊക്കെ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ വേറൊരു കഥ ഇന്നലെ തൊട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. ദിലീപിനെ മറ്റേ അലുവലൊരു ഒരു ക്ഷേത്രത്തിൽ വിളിച്ചിട്ട് അത് പിന്നെ നാട്ടുകാരെല്ലാവരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് ദിലീപിനെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതൊന്ന് കാണും. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് നടൻ ദിലീപ് പിന്മാറി. നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ വലിയ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പിന്മാറ്റം. നാളെയാണ് കൂപ്പൺ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ജെവിൻ ടൂട്ടു ചേരുന്നുണ്ട്.
ടുട്ടു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ്. ദിലീപ് പിന്മാറാൻ ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? വിജി, നിലവിൽ മറ്റൊരു കാരണവുമില്ല. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ എറണാകുളത്തപ്പൻ ഉത്സവം ജനുവരിയിൽ തുടങ്ങുകയാണ്. അതിന് മുൻപായി നാളെ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം അതിന് ദിലീപിനെയായിരുന്നു നിശ്ചയിച്ചത്. ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ദിലീപുമായി സംസാരിച്ച് ഇതിന്റെ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞു. ആ സമയം ദിലീപ് അത് ഏറ്റതാണ്. താൻ വരാമെന്നും എറണാകുളത്തുണ്ടെങ്കിൽ ഉറപ്പായും വരാമെന്നും പറഞ്ഞു. അന്ന് പുലർച്ചെ ദിലീപ് ക്ഷേത്രത്തിൽ ദർശനവും നടത്തിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ രാത്രി ദിലീപ് വിളിച്ച് പറഞ്ഞത് താൻ വലിയ വിവാദങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടതല്ലേ, താൻ എന്തായാലും നാളെ നടക്കുന്ന പരിപാടിക്ക് വരുന്നില്ല, തന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ദിലീപ് സ്വയം പിന്മാറി എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഇവിടെ തന്നെ ഇതിനുള്ളിൽ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ സ്ത്രീകളുടെയൊക്കെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ദിലീപിനെ വിളിക്കുന്നതിൽ ഉണ്ട് എന്നും മനസ്സിലാക്കുന്നുണ്ട്. പൊതുവെ സമൂഹ മാധ്യമത്തിലും പുറത്തുമൊക്കെ ദിലീപിനെതിരെ ഈ കുറ്റവിമുക്തനായെങ്കിൽ കൂടി നടക്കുന്ന ഈ എതിർപ്പ് ഇവിടെ ഈ ഉദ്ഘാടനത്തിലും ദിലീപ് വരാതിരിക്കാൻ അതൊരു കാരണമായിട്ടുണ്ട്. എന്തായാലും നാളത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദിലീപ് പിന്മാറിയിട്ടുണ്ട്. എതിർപ്പ് നമ്മൾ ഇന്നലെ സ്വന്തമായിട്ട് പിന്മാറിയതാണ്. പിന്നെ പ്രിയപ്പെട്ട ചേച്ചിമാരെ, അമ്മ പെങ്ങന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയോട് വെറുപ്പ്? അല്ല, അങ്ങനെ വെറുപ്പ് എന്തിനാണ് ചേച്ചിമാരെ? എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു പുള്ളി ഒരു നടനല്ലേ, നമ്മൾ പുള്ളി അങ്ങനെ കണ്ടാൽ മതി, നമ്മൾ പേഴ്സണലായിട്ട് പുള്ളി എടുക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളി ഒരു എൻ്റർടൈനർ, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ സാധാരണക്കാരടോ, നമുക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കാൻ ഇവന്മാരൊരുത്തരും കാണത്തില്ല, മനസ്സിലായില്ലേ? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു നടീനടന്മാരും കാണത്തില്ല. ഇപ്പം ആ നടിയുടെ കൂടെ കുറേ ആൾക്കാർ നിന്ന് മറ്റേ വായിട്ട് അലയ്ക്കുന്നുണ്ടല്ലോ, എല്ലാവരും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ലേ ഭൂരിഭാഗവും. നമ്മൾ ഇവരുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് വലിച്ചെറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? നിങ്ങൾ പറ. ഒരു പെങ്കൊച്ചിനെ, ഞാൻ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, ഒരു പെങ്കൊച്ചിനെ അവളുടെ കാമ് എന്തായാലും മറ്റേ 19 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ, മറ്റേ സ്ഥലപ്പേരിയെ മറന്നുപോയി, എന്താണ് എനിക്ക് ഓർമ്മ കാണും, ഒരു പെങ്കൊച്ചിനെ 21 വയസ്സുള്ള കാമ കൊന്നിട്ട് എന്തായി അതൊക്കെ? നമുക്കൊക്കെ അതല്ലേ, നമുക്കൊക്കെ അത് തെളിയണമെന്നല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. കാരണം നമ്മളെപ്പോലൊരു സാധാരണ വ്യക്തിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ ഇവിടെ മുങ്ങിപ്പോയി. അതിനെപ്പറ്റി ഒരാൾക്ക് ഒന്നും അറിയണ്ട. എന്ത് കഷ്ടമാ പ്രിയപ്പെട്ടവരെ, ഒന്ന് പറ നിങ്ങൾ. എന്താ നിങ്ങൾക്ക് അതിനകത്തൊന്നും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്ന് കുറെ എന്തൊക്കെയോ ഫേക്ക്, ആ കൊച്ചാണെന്നും പറഞ്ഞ് വേറെ ഏതൊക്കെയോ കുറെ CCTV ക്യാമറ എടുത്ത് വെച്ച് 2-3 ദിവസം മാധ്യമങ്ങൾ ആഘോഷിച്ചു. വേറെ ഏതോ ടീമിന്റെ CCTV ക്യാമറ ആ കൊച്ചാണെന്നും പറഞ്ഞ് എടുത്തു വെച്ച് ആഘോഷിച്ചു. ഒരാൾക്കും ചോദ്യം ചെയ്യണ്ട, ഒരാൾക്കും പ്രതിഷേധിക്കണ്ട. TV-യിൽ മറ്റേ KSRTC ബസ്സിലെങ്ങാണ്ട് ദിലീപിന്റെ ഒരു പടം ഇട്ടെന്നും പറഞ്ഞ അയ്യോ അങ്ങ് ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്ന് പ്രതികരിച്ചൂടെ? അതൊന്നും ആർക്കും വയ്യ. ആവശ്യമില്ലാത്ത സത്യമേതാണ് കള്ളമേതാണെന്ന് പോലും നമുക്ക് ഈ വിഷയത്തിലൊന്നും അറിയാൻ പാടില്ല. അതിലൊക്കെ കിടന്നാണ് ഒരുത്തിനെ കല്ല് വലിച്ചെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുന്നത്. എന്തിന്? എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനിയും വേറൊരാൾ, ഒരു അഡ്വക്കേറ്റാണ്, ഞാനല്ല പറയുന്നത്, ഒരു അഡ്വക്കേറ്റ് പൾസർ സുനി എഴുതിയ കത്തിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. പൾസർ സുനി ഒന്നും അല്ല ആ കത്ത് എഴുതിയെന്നാണ് പറയുന്നത്. പിന്നെ അത് പുള്ളിക്കെതിരെ, നടനെതിരെ എടുത്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫേക്ക് തെളിവ് എന്നൊരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. വിശദമായിട്ട് അയാൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ദിലീപ് പ്രതിയായതിന്റെ അടിസ്ഥാന രേഖ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ കത്താണ്. സംഭവം നടന്ന് 5 മാസത്തിന് ശേഷം പൾസർ സുനി ഒരു കത്ത് ജയിലധികൃതർ എഴുതിയപ്പോൾ ആ കത്ത് ജയിൽ അധികൃതർക്ക് കൊടുക്കുന്നു. ജയിൽ അധികൃതർ അതുപ്രകാരം ഇയാളെ പ്രതിയാക്കുന്നു. ഇതിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ ജയിലിൽ 138-ാം വകുപ്പാണ് ചെക്ക് കേസ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിപിൻ ദാസ് എന്ന പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയോട് ഈ ജയിൽ അധികൃതർ പറയാണ് പൾസർ സുനിക്ക് ഒരു കത്തെഴുതി കൊടുക്കണം എന്ന് പറയുന്നത്. പൾസർ സുനിക്ക് കത്തെഴുതി കൊടുക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നുണ്ടാവും. അപ്പോൾ അതുപ്രകാരം വിപിൻ ദാസ് ഒരു കത്തെഴുതി കൊടുക്കുന്നു പൾസർ സുനിക്ക് എന്നാണ് പറയുന്നത്. ആ കത്ത് ജയിൽ അധികൃതർ കൊണ്ടുപോയി ഇയാളെ പ്രതിയാക്കുന്ന അടിസ്ഥാന രേഖ അതാണ്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ പൾസർ സുനിക്ക് എന്താ എഴുത്തും പോകാൻ അറിയില്ലേ? ഇനി അതല്ല, ഈ വിപിൻ ദാസോട് പറയണമെങ്കിൽ ജയിലധികൃതർക്ക് റെക്കമെൻഡേഷൻ വേണോ? പൾസർ സുനിക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ? ഈ ജയിലധികൃതർ അവിടെ വന്നതിന്റെ ആ റെക്കമെൻഡിന്റെ ഉദ്ദേശം എന്താ? പൾസർ സുനി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ലല്ലോ. പക്ഷേ പൾസർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കത്തെഴുതുന്നേ. ഇനി ഒന്നുകൂടി, പൾസർ സുനി പ്രതികടാണല്ലോ, പ്രതിയായ അയാൾക്കറിയാലോ ഇതൊന്ന് കത്തെഴുതി കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന്. ജയിലിൽ നിന്ന് ഒരു കത്തെഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കത്ത് പുറത്തേക്ക് പോകണമെങ്കിൽ ജയിൽ അധികൃതർ വായിച്ചു നോക്കാണ്ട് പോവില്ല. അത് പൾസർ സുനിക്ക് അറിയാം. അങ്ങനെയുള്ള കത്ത് ഇതിൽ രഹസ്യങ്ങൾ ഒരിക്കൽ പോലും ഒരു പ്രതി എഴുതൂല സാധാരണയായിട്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ പ്രതിക്കറിയാം എന്നെ കൊടുക്കുന്ന കത്താണിതെന്ന് അവർക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ, ദിലീപിനെ പ്രതിയാക്കണം എന്ന ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ
സത്യമല്ല, ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞ കാര്യമാണ്. കാര്യം പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്. ദിലീപിനെ പ്രതിയാക്കണം എന്ന് ആർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഫേക്ക് തെളിവിന്റെ കാര്യം എന്താ? അത്രയും ചോദിക്കുന്നുള്ളൂ. ഫേക്ക് തെളിവ് എന്താ? നല്ല രീതിയിലുള്ള ശരിക്കുള്ള തെളിവുകൾ പുള്ളിക്കെതിരെ ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിച്ചകത്തിടാലോ. പിന്നെ ഇപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളി കോടതിയെ വിലക്കെടുത്തു എന്ന്. ഒരു കോടതിയൊക്കെ അങ്ങനെ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ വിലക്കെടുക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല. കാശ് കൊടുത്ത് ചിലപ്പോൾ അതുവരെ പറ്റുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേളിലോട്ട് അപ്പീൽ കൊടുക്കുന്നുണ്ട് അവർ. അതിജീവിത ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. ഇനി അവിടുന്ന് നീതി കിട്ടില്ലെങ്കിൽ അവർ സുപ്രീം കോടതി പോകുന്നുണ്ട്. എല്ലാ കോടതിയും വിലക്കെടുത്തു എന്ന് നമുക്ക് പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ പറയരുത്. മേളിലോട്ട് പോട്ടെ. ഞാനും അത് ആഗ്രഹിക്കുന്നത്. ഇതിനൊരു അന്ത്യം കാണണം. പിടികിട്ടിയോ? അത് പുള്ളിയാണ് തെറ്റുകാരനെങ്കിൽ പുള്ളി അകത്ത് പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇനി അതല്ല, വേറെ ആരെങ്കിലും ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അയാൾ പുറത്ത് വരട്ടെ. അത് നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ സാധാരണക്കാർ കല്ല് വലിച്ചെറിഞ്ഞ് ഈ ബസ്സിലൊക്കെ കിടന്ന് ഈ വാക്ക് തർക്കവും അത് പിന്നെ കയ്യാങ്കളിലോട്ട് മാറി എന്തിനാ വെറുതെ? നമുക്കേ നഷ്ടം സംഭവിക്കത്തുള്ളൂ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമുക്ക് സാധാരണക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ ഇവിടെ? ഒരു നീതി മാങ്ങയും കിട്ടാത്ത കുറേ കേസുകൾ. നമുക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതികരിക്കുക. ഇപ്പം ഈ ബസ്സിൽ കിടന്ന് പ്രതികരിക്കുന്ന പ്രതികരണം അതിനൊക്കെ കാണിക്കുക. അതൊന്നും ഇല്ല. ഇത് സത്യം എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ കിടന്നുകൊണ്ട് അയാൾ കുറ്റക്കാരനാണ്, ഞാൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊല്ലുന്ന പരിപാടിയാണ്. എന്തിനാണ് ഇത്? എനിക്ക് പിടികിട്ടുന്നില്ല. തെളിയട്ടെ. ചുമ്മാ അയാൾ കുറെ അനുഭവിച്ചില്ല. 8-9 വർഷം കിടന്ന് അയാൾ കുറെ അനുഭവിച്ചില്ല. 14 ദിവസം ജയിലിലും കിടന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ കുറ്റക്കാരനല്ല ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് തെളിയുകയാണെങ്കിൽ, സുപ്രീം കോടതിയും പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ അവസ്ഥ? അതും കൂടെ എല്ലാവരും ഒന്ന് ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. പിന്നെ ഇപ്പൊ കേട്ടല്ലോ, പൾസർ സുനി പൊട്ടണമൊന്നുമല്ല. അവനറിയാം അകത്ത് വെച്ച് ഒരു ദിലീപ് കത്തെഴുതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാവരും വായിക്കും, അത് സീനാവുമെന്ന് അറിയാം. അപ്പൊ അവനത് മനഃപൂർവ്വം ചെയ്യുമോ? അവന് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമോ? അവനൊരു കത്തെഴുതി വെക്കുവോ? എഴുതി അയച്ചു കൊടുക്കുവോ? എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരുത്തൻ? അവന് കാശ് കൊടുത്ത് അവനെ കൊണ്ട് ഈ പരിപാടി ചെയ്തിച്ച അവൻ്റെ ദൈവത്തിന് പറ്റിക്കൊടുക്കുന്ന പരിപാടി അവൻ ചെയ്യുമോ? എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. ഇത് വേറെ ആർക്കോ വേണ്ടി ഇവന്മാർ കളിച്ചൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയത്തില്ല. തെളിയട്ടെ. ഞാൻ ഈ പറഞ്ഞത് മൊത്തം എൻ്റെ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.